ഗൈസ്, ഇന്ന് നമ്മുടെ ഏട്ടക്കറി നിർമ്മാണം ഞാനാണ്. നല്ല മുളകും കുടംപുളിയൊക്കെ ഇട്ട് ഉലുവയിൽ കാച്ചിയെടുത്ത നല്ലൊരു ഏട്ടക്കറി, എരിവും പുളിയും എല്ലാം കൂടിയിട്ട് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രക്രിയയിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണ രീതി: ആദ്യം നമ്മൾ ചീനച്ചട്ടി എടുക്കുക, വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടുമ്പോൾ തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചത് അതിലേക്കിട്ട് നല്ലവണ്ണം ചെറിയൊരു ഉള്ളി നന്നായി ഏകദേശം ചുവന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇടുക. തക്കാളി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. തക്കാളി നന്നായി ഉടഞ്ഞ് വരുമ്പോൾ, തക്കാളി ഉടയാൻ വേണ്ടി വേറെ കാര്യം എന്ന് വെച്ചാൽ അതിലേക്ക് ഉപ്പിട്ടിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് പൊത്തി വെച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞിട്ടും. തക്കാളി ഉടഞ്ഞിട്ട് അതിന് ശേഷം വീണ്ടും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇടും അതിലേക്ക്. എൻ്റെ രീതി എങ്ങനെയാണ് കറിവേപ്പിലയും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മസാലകൾ: മുളക്, കുമിട്ടി മുളക് ഉപയോഗിക്കൽ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം കുടംപുളി, ചെറിയ കഷ്ണം ഇട്ടാൽ മതി. കുടംപുളി ഇട്ട് വീണ്ടും വേണമെങ്കിൽ എടുത്ത് വെച്ച് വിട്ടൊന്ന് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഇട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിടുക. ഇത് ഫ്രൈ ആക്കാൻ വേണ്ടി മാറ്റിച്ചത്, കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മീൻ. നമ്മുടെ കുടംപുളി അങ്ങനെ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി വീണ്ടും വേവിച്ച് ഇങ്ങനെ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കും. അതിനുശേഷം മീൻ ഇടും, തിളപ്പിച്ച് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ കടുകിലല്ല, ഉലുവ, അല്പം ഉലുവ ഈ തിളച്ച എണ്ണയിലേക്ക് ഉലുവയിൽ കാച്ചെടുക്കും. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലേക്ക് ഒരു ടാങ്കർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി വെട്ടി തിളങ്ങുന്നുണ്ട്. അതിലേക്ക് ഇനി നമ്മുടെ എടുത്ത് വെച്ച മുറിച്ച് വെച്ച ഏട്ടക്കഷ്ണങ്ങൾ ഇടുന്നതാണ്. ഏട്ടക്കഷ്ണങ്ങൾ അതിലേക്ക് നിക്ഷേപിച്ചു. നല്ല ചുവപ്പ് കാണുമ്പോൾ തന്നെ കൊതി ഊറുന്നു. നല്ല മണം വരുന്നുണ്ട്. കുടംപുളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മറ്റ് മസാലക്കൂട്ടുകൾ, ഇതിൻ്റെയൊക്കെ സമ്മിശ്രമായ സുഗന്ധം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നുണ്ട്. നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. പഠിച്ചവനെ, ഇതെന്തായി മാറും എനിക്കറിയില്ല. അപ്പം ചെറിയൊരു കയ്യിൽ, അതായത് തവിയിൽ ഒരു തുള്ളിയെടുത്ത് ഉള്ളം കൈയിലേക്ക് ഇട്ടിച്ചു ചൂടോടെ നാവിൽ വെച്ച് രുചി നോക്കി. ഉപ്പ് മോശമില്ല, എരിവും അത്ര കൂടുതലില്ല, കാരണം കുമിട്ടി മുളകാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പച്ചമുളകിൻ്റെ ഒരു 3 പച്ചമുളക് കുറച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൽ വെള്ളം കൂടുതലാണെന്ന് അഭിപ്രായമില്ലേ? അത് എനിക്ക് പൊതുവെ ചാറ് കൂടുതൽ വേണം, അതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ചോറിൻ്റെ ഓരോ വറ്റുമണികൾക്കും ഇങ്ങനെ കറിൻ്റെ ഒരു കളർ കിട്ടണം. പൊതുവെ അങ്ങനെയാണ് നമുക്ക്. ഇവിടെ നമ്മളെ മക്കളും അതിൻ്റെ അതേ ശീലം തന്നെയാണ് ഭക്ഷണ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സമയം ഇങ്ങനെ വീഡിയോ പിടിച്ച് വെക്കാൻ പറ്റില്ല. ഇനി ഈ തിളച്ച് കഴിഞ്ഞാൽ ഉലുവയിൽ കാച്ചും. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു